ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്നല്ലേ, ഞാനിത് തേങ്ങാപ്പാലും കപ്പയൊക്കെ ഉപയോഗിച്ചൊരു പാൽക്കപ്പയുടെ റെസിപ്പി ഉണ്ടാക്കാൻ പോകണം. കുറേ ദിവസമായി ഞാനിത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ സൗകര്യവും സാധനവും എല്ലാം ഒത്തു വന്നില്ല. ഇപ്പം എനിക്കത് ചെയ്യാനുള്ള കപ്പയൊക്കെ കിട്ടി. ഫ്രോസൺ കപ്പയാണ്. ഞാനത് രാവിലെ കട്ട് ചെയ്ത് വെള്ളത്തിയിട്ട് വെച്ചിരുന്നതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കിലോ കപ്പ വരും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഐസൊക്കെ പോയി വെള്ളം ഒഴിച്ച് നെവയ്ക്കും കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് അപ്പം ഞാൻ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് കറിയുണ്ട്. ഞാൻ സവാളയുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വെളുത്തുള്ളിയുടെ ഒരല്ലി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേനത് തിളയ്ക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ ഗേസ്, കപ്പ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് വേവുന്ന കപ്പയാണ്, നല്ല അടിപൊളി കപ്പയാണ്. അപ്പം ഇതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കപ്പ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് ചരിച്ച് കളയട്ടെ കേട്ടോ. വെള്ളം ചരിച്ച് കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഓക്കെ, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുളക് ഇതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാതെ ഞാൻ ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. കപ്പ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വികാരമാണ്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലും 2-ാം പാലും ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായതുകൊണ്ട് അങ്ങനെ തേങ്ങ ഇതിലോട്ട് ഒഴിക്കുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇനി ഇതിനൊരു കടുക് പൊട്ടിക്കണം. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇരിക്കട്ടെ. ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓയിൽ ഒഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചുമന്നിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ല, കറിവേപ്പിലയും കൂടെ ഇടണം, ഇതിലാണ് ടേസ്റ്റ് വരുന്നത്. അപ്പം പിന്നെ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു, കപ്പയിലോട്ട് ഒഴിച്ചു. കപ്പയുടെ പാൽക്കപ്പ റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഈസിയാണ്, സിമ്പിൾ ആൻഡ് ഈസി.